ഹായ്, ഇത് നാട്ടിൽ വന്ന ശേഷമുള്ള രണ്ടാമത്തെ ദിവസമാണ്. എനിക്ക് ചെടികളെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ നിൽക്കുന്ന ചെടികളിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ചെടികളൊന്നുമില്ല. വെള്ളമൊഴിച്ചില്ലെങ്കിലും സർവൈവ് ചെയ്യും എന്ന് തോന്നുന്ന കുറച്ച് ചെടികൾ മാത്രമാണ് ഞാനിവിടെ നട്ടിട്ടുള്ളത്. പൂക്കളുണ്ടാകുന്ന ചെടികളേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇലച്ചെടികളാണ്. സ്നേക്ക് പ്ലാന്റ് വെറൈറ്റീസും സിങ്കോണിയം വെറൈറ്റീസും ഒക്കെയാണ് ഞാൻ കൂടുതലായി നട്ടിട്ടുള്ളത്. ഈ കാക്ടസ് പ്ലാന്റിൻ്റെ ഒരു ചെറിയ തൈ ഞാൻ ഈ വീട് വെച്ച സമയത്ത് എൻ്റെ അനിയത്തി എനിക്ക് സമ്മാനിച്ചതാണ്. പിന്നെ ഈ സിങ്കോണിയം വെറൈറ്റി ഞാൻ ആരുടെയോ മതിലിൽ നിന്നും ഞൂണ്ടിക്കൊണ്ട് വന്നതാണ്. പിന്നെ ഈ ആരോ റൂട്ടിൻ്റെ വെറിഗേറ്റഡ് പ്ലാന്റ്, അതും ഞാൻ എവിടെ നിന്നോ ഞൂണ്ടിക്കൊണ്ട് വന്നതാണ്. പിന്നെയുള്ളത് ഒരു നോർമൽ സ്നേക്ക് പ്ലാന്റ് ആണ്. അത് എനിക്ക് ആരോ തന്നതാണ്. പിന്നെ ഈ കപ്പും സോസറും എന്ന് വിളിക്കുന്ന പ്ലാന്റ്, അത് പണ്ട് മുതലേ ഇവിടെ ഉള്ളതാണ്. അപ്പോൾ അത്രയുള്ള ചെടി വിശേഷം. ഞാനിപ്പോൾ നാട്ടിലേക്ക് വന്നത് എൻ്റെ തികച്ചും വ്യക്തിപരമായ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്. അത് ഒരു ഗവൺമെൻറ് ഓഫീസിലാണുള്ളത്. ഞാൻ കഴിഞ്ഞ ഈ വർഷം നടത്തിയ എല്ലാ യാത്രകളും ഈ ആവശ്യത്തിന് വേണ്ടിയായിരുന്നു. ഇത്തവണയെങ്കിലും ഇതൊന്ന് നടന്നു കിട്ടിയാൽ മതിയെന്ന പ്രാർത്ഥനയേ ഉള്ളൂ. കാരണം ഓരോ തവണയും ഞാൻ നാട്ടിൽ വന്നു പോകാൻ എനിക്ക് നല്ല രീതിയിലുള്ള ചിലവുണ്ട്. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഞാൻ വെള്ളമെടുക്കാൻ മറന്നുപോയേ. അപ്പോൾ കരുതി അടുത്തുള്ള കടയിൽ നിന്നും ഒരു കുപ്പി വെള്ളം വാങ്ങാമെന്ന്. അവിടെ ചെന്നപ്പോഴാണ് അവിടെ ഇലയട ഇരിക്കുന്നത് കണ്ടത്. അതൊന്നും കുക്ക് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഒന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ കടയിൽ നിന്നും 4 ഇലയട കൂടി വാങ്ങിയേ. ഇത് രാവിലെ 9:45 എടുത്ത വീഡിയോ ആണ്. ആ സമയം മുതൽ ഞാൻ ആ ഓഫീസിൽ 5 മണിയോളം ഇരുന്നിട്ടും ഞാൻ പോയ കാര്യം സാധിച്ചില്ല. മിക്കവാറും ഇനി അടുത്ത മാസം വരേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. പിന്നെ ഞാൻ വീട്ടിൽ വന്ന് രാവിലെ അത്യാവശ്യമായി പോകുന്ന സമയത്ത് അവിടെ ഇവിടെയുമൊക്കെ ഇട്ടിരുന്ന സാധനങ്ങളൊക്കെ കറക്റ്റ് പ്ലേസിൽ വെച്ചതിന് ശേഷം ഒരു ചായയൊക്കെ ഇട്ട് ഇലയട കഴിച്ചേ. പിന്നെ രാത്രി അമ്മ വന്നതിന് ശേഷം ബാക്കി ഉണ്ടായിരുന്ന കപ്പയും കറിയും കഴിച്ച് ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങിയേ. ഇത് ഞാൻ നാട്ടിൽ വന്ന ശേഷമുള്ള 3-ാമത്തെ ദിവസവും ലാസ്റ്റ് ദിവസവുമാണ്. ഇന്ന് ഒരു ദിവസത്തേക്ക് ആവശ്യമായ ഫുഡെല്ലാം വെച്ചതിന് ശേഷം ഞാൻ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച്. കൂട്ടത്തിൽ എനിക്ക് നല്ല സങ്കടവുമുണ്ട്. ഒറ്റയ്ക്കുള്ള ജീവിതം എന്താണെന്നറിയില്ല. ഞാൻ ഈയിടെയായിട്ട് വല്ലാതെ ആസ്വദിക്കുന്നുണ്ട്. അത് വീണ്ടും നഷ്ടപ്പെടുമെന്ന് തോന്നുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് ഇവിടുന്ന് വിട്ടുപോകാനായിട്ട്. ഇനി ഞാൻ എന്ന് ഇവിടെ തിരിച്ചു വരുമെന്നറിയില്ല, വരാൻ പറ്റുമോ എന്നറിയില്ല. എല്ലാം ഞാൻ അവസാന ഫീൽ എന്ന രീതിയിലാണ് എപ്പോഴും തൊട്ടുനോക്കി പോകാറുള്ളത്. പിന്നെ ഈ വീടിനെ ഞാൻ എവിടെ പോയാലും നന്നായി മിസ് ചെയ്യും. കാരണം ഞാനത് ഒരുപാട് ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ചു വെച്ച വീടാണ്. എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് മൂവ് ഓൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഞാൻ എന്നേ ഇതിനെ കർണാടകയ്ക്ക് കൊണ്ടുപോയേനെ. പുറത്തേക്ക് നോക്കിക്കൊണ്ട് ഈ ചായ കുടിക്കുമ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കുന്നത് ഇവിടെ ഇരുന്നു കൊണ്ടുള്ള അവസാനത്തെ ചായയാണ്. കാരണം ഇനി ഒരിക്കൽ എനിക്ക് വരണമെന്നാഗ്രഹമുണ്ടെങ്കിലും ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ മാത്രമേ ഇവിടെ ഇനി തിരിച്ച് വരാൻ പറ്റുകയുള്ളൂ. ഇതുപോലിരുന്ന് ഇനി ഒരു ചായ കുടിക്കാൻ പറ്റുകയുള്ളൂ. എല്ലാവരും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഈ വീട്ടിൽ നിന്നും പോകുന്ന എല്ലാ ലാസ്റ്റ് ഡേയും രാവിലെ എഴുന്നേൽക്കുന്നിടം മുതൽ ഞാൻ ഈ ഭൂമി തൊട്ട് എല്ലാത്തിനെയും ഭയങ്കരമായിട്ട് മിസ് ചെയ്യാറുണ്ട്. അതെല്ലാം പോട്ടെ. ഇനി അടുത്ത പരിപാടി വീടെല്ലാം കറക്റ്റായി ക്ലോസ് ചെയ്യുക എന്നതാണ്. പാറ്റ, പല്ലി, പഴുതാര, പാമ്പ് തുടങ്ങിയ ആരും വീട്ടിലേക്ക് ഗസ്റ്റായി വരാത്ത രീതിയിൽ വേണം വീട് മുഴുവൻ പാക്ക് ചെയ്യാൻ. ആദ്യം ബാത്റൂമിലെ വെള്ളത്തിൻ്റെ ചേമ്പർ അടച്ച് മഗ്ഗും വെച്ച് അതിൻ്റെ പുറത്ത് ബക്കറ്റും വെച്ച്, സിങ്കും വാഷ് ബേസിനും ഞാൻ മുൻപേ തന്നെ ക്ലോസ് ചെയ്തിരുന്നു. എല്ലാം കറക്റ്റായി ചെയ്തതിന് ശേഷം ഇവരുടെ പപ്പയ്ക്ക് വീഡിയോ കോൾ ചെയ്ത് എല്ലാം ഒന്നുകൂടി കാണിച്ച് ബോധ്യപ്പെടുത്തണം. എന്നിട്ടാണ് വീട് പൂട്ടാറ്. ഒരു തവണ എങ്ങനെയോ എലി അകത്ത് കടന്ന് 6 മാസത്തോളം രാജവാഴ്ചയൊക്കെ വാഴ്ന്ന് പിന്നെ നമ്മൾ വന്ന് ഡോർ തുറന്ന് നോക്കുമ്പോൾ വീട്ടിലെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നശിപ്പിച്ചിരുന്നു.
അതുകൊണ്ടാണ് ഈ ഡബിൾ ചെക്കിങ്. പിന്നെ അബദ്ധത്തിലെങ്ങാനും എലി വീട്ടിനുള്ളിൽ വന്ന് എന്തെങ്കിലും കടിച്ചു മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കറക്റ്റായി ക്ലോസ് ചെയ്യാഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് എന്തിനാ വെറുതെ. ക്രോസ് ചെക്കിങ് എപ്പോഴും നല്ലതല്ലേ. മുൻവാതിൽ തുറക്കാനുള്ള ആവതില്ലാത്തത് കൊണ്ട് ഞാൻ പിൻവാതിൽ തുറന്നാണ് വീട്ടിൽ കയറിയത്. അപ്പോൾ നമുക്ക് പിൻവാതിൽ തന്നെ പൂട്ടി പോകാമേ. ഗേറ്റിൻ്റെ പൂട്ട് അടിച്ചു പൊട്ടിച്ച് അകത്ത് വന്നതിനാൽ പൂട്ട് വേറെ ഇല്ല. അത് പിന്നീട് അമ്മ പൂട്ടിക്കോളുമെന്ന് പറഞ്ഞു. ഇനി അവസാനമായി ചെയ്യേണ്ടത് കറണ്ട് കണക്ഷൻ കട്ട് ചെയ്യുക എന്നതാണ്. മെയിൻ ഓഫ് ചെയ്തതോടുകൂടി അതും കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പോയാലോ. ഇവിടെ നിന്നും ആദ്യം ഒരു ഓട്ടോ പിടിച്ച് കൊട്ടാരക്കരയ്ക്കാണ് പോകേണ്ടത്. അവിടെ നിന്നും കൊല്ലത്തേക്ക് ബസ്സിനും കൊല്ലത്ത് നിന്നും പൂനെ എക്സ്പ്രസ്സിന് സോളാപുരമാണ് ഇറങ്ങേണ്ടത്. അങ്ങനെ കൊല്ലത്ത് വന്ന് ഇല്ലം കണ്ടിട്ട് തിരിച്ചു പോവുകയാണ്. ഇനി എന്നാണ് ഒരു തിരിച്ചു വരവെന്നറിയില്ല. റെയിൽവേ സ്റ്റേഷനിലെ ഈ കൺസ്ട്രക്ഷൻ വർക്കാണ് അന്ന് എന്നെ വഴിതെറ്റിച്ചത്. അങ്ങനെ 2 മണിക്കൂറിലത്തെ കാത്തിരിപ്പിന് ശേഷം ഇതാ വരുന്നു എൻ്റെ പൂനെ എക്സ്പ്രസ്. ഈ ട്രെയിനിൻ്റെ ടിക്കറ്റ് എനിക്ക് 2 ദിവസം മുൻപാണ് കൺഫേം ആയത്. അതുകൊണ്ട് സൈഡ് ലോവർ കിട്ടിയില്ല, അപ്പർ ബർത്താണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാമേ.